ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലഫി മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ സലഫി മൂവ്മെൻറ്റുകളിലെ പ്രത്യേകിച്ച് സമകാലിക മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ. നമ്മൾ ഇതുവരെ സംസാരിച്ച മാർഗത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ സലഫിയ തൻവീരിയ എന്ന പേരിൽ അറിയപ്പെട്ട ജമാലുദ്ദീൻ അഫ്ആനി, മുഹമ്മദ് അബ്ദു, റഷീദിള്ള എന്നിവരുടെ സംഭാവനകൾ, ചിന്തകൾ, അവരുമായി ബന്ധപ്പെട്ട മറ്റ് പല വിഷയങ്ങളും നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. ആ ഒരു ശ്രേണിയിൽ തന്നെ പെട്ട ഈ വിഭാഗങ്ങളുടെ, ഈ പണ്ഡിതന്മാരുടെ ചിന്തകൾ സ്വാധീനിച്ചതോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളോട് തന്നെ വിഭിന്നമായ കാഴ്ചപ്പാട് പുലർത്തിയോ ആയ നിരവധി വിഭാഗങ്ങൾ പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് രൂപപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ വിഭാഗങ്ങളെക്കുറിച്ചും അവരുടെ ചിന്തകളിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും ഒരു പൊതുവായ ധാരണ ഈ കോഴ്സിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കാരണം സലഫികളെന്ന് നമ്മൾ പൊതുവെ കരുതുന്നവർ, നമ്മൾ ഈ കോഴ്സിൻ്റെ തുടക്കം തന്നെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരേ ഏകശിലാത്മകമായ രീതിയിലല്ല, ഒരു മോണോലിത്തിക്കായ സ്വഭാവമുള്ളവരല്ല. എല്ലാ ചിന്താപ്രസ്ഥാനങ്ങളിലും എല്ലാ മൂവ്മെൻറ്റുകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവരാണ്. ഒരുപക്ഷെ ഒരേ ആശയം പുലർത്തുന്നവർ പോലും അവരുടെ മൻഹജുകളിൽ, മെത്തഡോളജികളിൽ, അവരുടെ ഇടപാടുകളിലും എൻഗേജ്മെൻറ്റിലുമെല്ലാം വ്യത്യസ്ത നിലപാടുകളും സൂക്ഷിക്കുന്നത് സ്വാഭാവികമാണ്, സർവ്വസാധാരണവുമാണ്. അതുകൊണ്ട് തന്നെ അതേ നിലപാടും അതേ ഒരു രീതിയും നമ്മൾ സലഫി മൂവ്മെൻറ്റുകളെ കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് സലഫികൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണെന്നും ലോകത്തെക്കുറിച്ചും അവരവരുടെ പ്രദേശത്തെക്കുറിച്ചും പ്രത്യേകം അവർ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് പശ്ചിമേഷ്യയിലെ സലഫികളെക്കുറിച്ച്, പ്രത്യേകിച്ച് അറേബ്യൻ പ്രദേശങ്ങളിലെ സലഫികളെക്കുറിച്ച് നമ്മൾ ധാരണയുണ്ടാവേണ്ടത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇത് പശ്ചിമേഷ്യ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ ആ ഒരു ഭാഗങ്ങളിലെ സലഫി മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു പരിചയപ്പെടുത്തലുകളാണ്. നമുക്കറിയാം, ഈ സലഫി മൂവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അങ്ങ് വെസ്റ്റ് ആഫ്രിക്കൻ, ഈസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങളിലും ഈ ബോക്കോ ഹറാം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചില തീവ്രവാദ വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെ മിലിറ്റൻ്റായ ഗ്രൂപ്പുകളുണ്ട്. ഷബാബ് എന്നറിയപ്പെടുന്ന സൊമാലിയൻ ഭാഗത്തെ മിലിറ്റൻ്റായ ഗ്രൂപ്പുകളുണ്ട്. അതല്ലാതെ ഒരുപാട് ഭാഗങ്ങൾ, ഇപ്പോൾ തുർക്കിയിൽ തന്നെ ചില സലഫി വിഭാഗങ്ങളുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഈ അറേബ്യൻ പ്രദേശങ്ങൾക്കപ്പുറമുള്ള പല ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള സലഫി മൂവ്മെൻറ്റുകളുണ്ട്. ഈ മൂവ്മെൻറ്റുകളെല്ലാം ഏറെക്കുറെ നമ്മൾ പരാമർശിക്കാൻ പോകുന്ന സലഫി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടവരോ അതിൽ ഇൻസ്പയർഡ് ആയവരോ സ്വാധീനം ഉൾക്കൊണ്ടവരോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സലഫി മൂവ്മെൻറ്റുകളെ ആകർഷിച്ച ആൾക്കാരെയും അവരുടെ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ എന്ന നിലയിലാണ് കാണേണ്ടത്. പിന്നെ മറ്റു പല ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ, മിലിറ്റൻസി എന്നതിനൊക്കെയും ഒരുപക്ഷെ അവിടുത്തെ ഡെമോഗ്രഫിയായും അവിടുത്തെ ജിയോഗ്രഫിയായും അവിടുത്തെ പൊളിറ്റിക്കൽ എക്കണോമിയായും അവിടുത്തെ ജിയോ പൊളിറ്റിക്സായും ഒക്കെ ബന്ധമുണ്ട്. നമുക്കെല്ലാത്തിനും സലഫി എന്ന് പറയുന്ന ഒരു ആശയധാരയാണ് ഈ പറയുന്ന മിലിറ്റൻസിക്ക് കാരണമെന്നും പറയാൻ കഴിയില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരയിലുള്ളവർക്ക് അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ രൂപപ്പെടേണ്ട അവസ്ഥകളുണ്ട്. നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫലസ്തീനികളിൽ സലഫികളായ എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന വിഭാഗങ്ങൾ അടക്കമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകമാണ് ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. ഈ ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ സലഫി മൂവ്മെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, സലഫി വിഭാഗങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്, അല്ലെങ്കിൽ ചർച്ചയിൽ ആദ്യം വരുന്നത് സൗദി അറേബ്യയിലെ ഒഫീഷ്യൽ പണ്ഡിതന്മാരെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ്.
മെയിൻ സ്ട്രീം സൗദി സലഫിസം എന്നാണ്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഒഫീഷ്യൽ സൗദി ഉലമ എന്ന പേരിലൊക്കെയും ഈ വിഭാഗം അറിയപ്പെടുന്നുണ്ട്. ഇതൊരു മൂവ്മെന്റ് എന്നതിനേക്കാളും അപ്പുറം സൗദി അറേബ്യയിലെ, ലോകത്തെ ഏറ്റവും പ്രമുഖമായ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്നായ സൗദി അറേബ്യയിൽ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ആല് സൗദ് എന്നതിനോട് കൂടി തന്നെ ആല് ഷേഖ് എന്ന് പറയുന്ന ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കുടുംബം, അല്ലെങ്കിൽ ആ ഒരു ആശയം പിൻപറ്റുന്ന അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദങ്ങളുടെ ഒരു ഒരു വൃന്ദം നമുക്ക് അവിടെ കാണാം. അതുകൊണ്ടാണ് മെയിൻ സ്ട്രീം സൗദി സലഫിസം എന്ന പേരിൽ ഈ വിഭാഗം അറിയപ്പെടുന്നത്. ഇവരുടെ പ്രധാന ജോലി നമുക്കറിയാം, ഫത്വകൾ ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ മതപരമായ പോളിസികൾക്കുള്ള ഒരു രൂപ നിർമ്മാണം നടത്തുക, ഭരണകാര്യങ്ങളിലും മറ്റും ഇസ്ലാമിക കാര്യങ്ങളിലെല്ലാം ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഹയാത്തു കിബാൽ ഉലമ, എ കൗൺസിൽ ഫോർ സീനിയർ സ്കോളേഴ്സ് എന്ന രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഒരു നീണ്ട ചരിത്രം ഇവർക്കുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ, സൗദി അറേബ്യയുടെ രൂപീകരണം 1744 മുതൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ വിവിധ ബ്രാഞ്ചുകളുണ്ട്. ആല് മുഹമ്മദ് ഉണ്ട്, ആൽ അബ്ദുറഹ്മാൻ ഉണ്ട്, ആൽ അബ്ദുൽ അസീസ് ഉണ്ട്. ഇങ്ങനെ വിവിധ മക്കൾ പരമ്പരയിൽ തന്നെ വിവിധ കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെല്ലാം തന്നെ ഏറിയ കുറവും പലതരത്തിൽ സൗദി ഡൈനാസ്റ്റിയുടെ വിവിധ കാലഘട്ടത്തിൽ മുഫ്തിയായിട്ടും അവരുടെ ഭരണമേഖലയിൽ അവരുടെ മതപരമായ കാര്യങ്ങളിലെല്ലാം വളരെ നിയതമായ സ്ഥാനം വഹിച്ചവരും കൂടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു പൊതുവായ പ്രത്യേകതയാണ്, നമുക്കറിയാം, ഒരു ഏറ്റവും ശക്തമായ സലഫി ഗ്രൂപ്പാണ്. സാമ്പത്തികമായും അധികാരം കൊണ്ടും അവരുടെ മതപരമായ ഒരു ഡൊമിനൻസ് കൊണ്ടും ഏറ്റവും ശക്തമായ സലഫി ഗ്രൂപ്പ് ഇവർ തന്നെയാണ്. പൊതുവെ നമ്മൾ പറയുന്ന പോലെ സലഫി ഗ്രൂപ്പുകൾക്ക് ഏതെങ്കിലും ഒരു മദ്ഹബിനെ ഫോളോ ചെയ്യുന്നവരല്ലെങ്കിൽ പോലും ഹംബലി മദ്ഹബിനെ ഏറെക്കുറെ പിൻപറ്റുന്നവരാണ്. അതേസമയം തന്നെ ഹംബലി മദ്ഹബിനെ പിൻപറ്റുന്നതോടുകൂടി തന്നെ എന്നാൽ അതിലൊരു തക്ലീദ് വേണ്ട എന്നും അവകാശപ്പെടുന്നവരാണ്. നമുക്കറിയാം, മദീനയിൽ ഭാഗത്ത് മാലിക്കി മദ്ഹബിനാണ് സ്വാധീനമുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ, മക്കയടക്കമുള്ള ഭാഗങ്ങളിൽ ഹംബലി മദ്ഹബിനാണ് സ്വാധീനമുള്ളത്. എന്നാൽ പോലും സലഫികൾ പൊതുവെ സ്വീകരിക്കുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ, അതായത് തക്ലീദ് വേണ്ട എന്ന് പറയുമ്പോൾ പോലും ഹംബലി അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിനോട് ഒരു ചായ്വ് ഈ വിഭാഗങ്ങളിൽ കാണാം. ഭരണകൂടത്തോട് വല്ലാതെ ലോയൽ ആവുന്ന, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്നാൽ ജനങ്ങൾക്കെതിരെ തക്ഫീർ പ്രഖ്യാപിക്കാൻ മടി കാണിക്കുന്ന, അങ്ങനെ തക്ഫീർ പ്രഖ്യാപിക്കാൻ പാടില്ല, അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂട സംരക്ഷണം ഉറപ്പുവരുത്തുകയും ഭരണകൂടത്തെ സംരക്ഷിക്കുകയും ഭരണകൂട വിരുദ്ധരായ ഏതെങ്കിലും ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, എലമെന്റുകൾ ആ ഭാഗത്തുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഇവർ. ഇവരുടെ ചരിത്രം നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ്, അദ്ദേഹത്തിന്റെ 1920-കളിൽ അദ്ദേഹം നാടോടികളിൽ നിന്ന് രൂപീകരിച്ച ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു ആർമി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. എന്നാൽ അവർ ആ കാലത്തുണ്ടായിരുന്ന പലവിധ ഇടപാടുകളെ ബിദ്അത്തായി കണ്ടുവന്നിരുന്ന ഒരു വിഭാഗമായിരുന്നു. അതായത് റെയിൽവേ ട്രാക്ക് പോട്ടെ, ടെലഗ്രാഫ് പോലെ, കാറ് പോലെ വിദേശീയരുടെ സ്വാധീനം, ഇതൊക്കെയും അനിസ്ലാമികമാണെന്ന് കരുതിയിരുന്നപ്പോൾ ഇവരുടെ വലിയ ഫിത്തിന എന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. ആ നിലപാട് ചെയ്യുന്നത് ഒഫീഷ്യൽ പണ്ഡിതന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, എന്നാൽ തീവ്രമായ നിലപാട് സ്വീകരിച്ച തൻ്റെ തന്നെ സൃഷ്ടിപ്പിലൂടെ രൂപപ്പെടുത്തിയ ഈ ഇഖ്വാൻ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ഇല്ലാതാക്കിയത്. അതാണ് പഴയകാല ഇഖ്വാനുകളെങ്കിൽ ആധുനിക ഇഖ്വാനോടും ശക്തമായ വിരുദ്ധ നിലപാട് തന്നെയാണ് ഒഫീഷ്യൽ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യക്തിപരമായ പല പണ്ഡിതന്മാർക്കും ഇഖ്വാനി സ്കോളേഴ്സിനോട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ചിന്ത എന്ന നിലയിൽ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തോട്, ഭരണകൂട വിമർശനത്തോട്, പ്രതിഷേധം, അതുപോലെ തന്നെ വിമതസ്വരം എന്നുള്ള കാര്യങ്ങളോടൊക്കെ വ്യത്യസ്തമായ ഒരു പ്രതിലോമകരമായ നിലപാടുള്ളവരാണ് ഈ ആയിരുന്നു, ഇപ്പോഴുമാണ് സൗദി ഒഫീഷ്യൽ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ഭരണകൂടത്തോടുള്ള അങ്ങേയറ്റമുള്ള ഒരു ഒബീഡിയൻസ് അവരങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ നിയമസാധുതയുള്ള വളരെ ലെജിറ്റിമേറ്റ് ആയ ഒരു അതോറിറ്റിയെ എതിർക്കുന്നത് അതൊരു പാപമാണെന്നും അതുപോലെ തന്നെ ലൊലാലത്തിന്റെ ഭാഗമാണെന്നും വഴിപിഴയ്ക്കുന്നതിൻ്റെ ഭാഗമാണെന്നും എന്നൊക്കെ അവർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് സൗദി ഒഫീഷ്യൽ
പണ്ഡിതന്മാരുടെ ഒരു പൊതുവായ നിലപാടുള്ളത്. രണ്ടാമത്തെ വിഭാഗം ഈ ഈ ചർച്ചയിൽ വരുന്നത് ഷേഖ് നാസറുദ്ദീൻ അൽബാനിയുടെ വിഭാഗമാണ്. ഷേഖ് നാസറുദ്ദീൻ അൽബാനിയുടെ വിഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം അൽബേനിയക്കാരനാണ്. പിന്നീട് വിവിധ അറബ് നാടുകളിൽ വസിക്കുകയും എന്നാൽ സൗദി അറേബ്യയിലെയും ചുറ്റുപാട് ഭാഗങ്ങളിൽ നല്ല സ്വാധീനം നേടിയ പണ്ഡിതനാണ്. ഇന്ന് ഒരു പക്ഷേ ഹദീസ് വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും കൂടുതൽ റിസോഴ്സ് പേഴ്സണായി റെഫർ ചെയ്യപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അത് ഹദീസുകളെ സഹീഹെന്നും വഈഫ് എന്നും മൗദൂ എന്നും തരത്തിലുള്ള വിവിധ രചനകൾ നിർവഹിക്കുകയും അതുകൊണ്ട് തന്നെ ഹദീസിനോട് വളരെ സൂക്ഷ്മമായ നിലപാട് സ്വീകരിക്കണമെന്നും അതല്ലാതെ മറ്റൊരു ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നും അത് ഫിഖഹിന്റെ കാര്യത്തിൽ ഇബാദത്തിന്റെ കാര്യത്തിലെല്ലാം അതിസൂക്ഷ്മമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു രചന പോലും നടത്തിയത്. അതുകൊണ്ട് ദലീൽ പ്രൂഫിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫിഖഹിനെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു വിഷയത്തെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സലഫി ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ലിറ്ററലിസ്റ്റിക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ലിറ്ററലിസം ഇത്രയും ആ ഒരു സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസ്ലിങ്ങൾക്ക് സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു റിച്വലുകളുടെ ഒരു പ്രവണത രൂപപ്പെട്ടാൽ തന്നെ അതിനെ ബിദഅത്ത് എന്ന രീതിയിൽ ചർച്ച ചെയ്യും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഇവർക്കിടയിലുണ്ട്. അത് കാരണം ചില ഉദാഹരണം ഉണ്ടല്ലോ, അതായത് കാർപ്പറ്റുകളിലുള്ള വരകളും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഇനങ്ങളിലുമുള്ള സൂക്ഷ്മതകൾ അതേപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് കാണാം. ഇദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സൗദി അറേബ്യയിലും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് തന്നെ തിരികൊളുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈമാൻ എന്നത് അതിനോട് അനുബന്ധിച്ച ഒരു ആക്ഷൻ ഇസ്ലാം, അതായത് ഈമാൻ മാത്രം പോരാ, അമല് കൂടി വേണം, ആക്ഷനും കൂടി വേണം. ഇത് ആവുമ്പോഴാണ് ഈമാന്റെ ഒരു പൂർത്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുകയുള്ളൂ, നടക്കുകയുള്ളൂ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള ആ ഒരു കൺസെപ്റ്റ് പിൻപറ്റുന്ന എല്ലാ സലഫി പണ്ഡിതന്മാരും ആ നിലപാടാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വളരെ വിവാദപരമായ നിലപാടായിരുന്നു, അതായത് ഈമാന്റെ ഒരു പൂർത്തീകരണത്തിന് അത്രത്തോളം ഒരു ആക്ഷന്റെ ആവശ്യമില്ല, അതായത് ഈമാൻ ഉണ്ടായാൽ മതി എന്ന് പറയുന്ന ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ കാണുവാൻ കഴിയും. ഇത് വലിയ വിവാദമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ സൗദി അറേബ്യയിൽ തന്നെ വളരെ ശക്തനായ പണ്ഡിതനായിരുന്ന ഷേഖ് സഫർ ഹവാലി, സഹ്വ മൂവ്മെന്റിന്റെ പ്രധാന പണ്ഡിതനാണ്. സഹ്വ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹം ദാഖ്റത്തുൽ ഇർജ എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം നാസറുദ്ദീൻ അൽബാനി യഥാർത്ഥത്തിൽ മുർജിയാക്കളുടെ, അതായത് ഈ ആക്ഷന് വേണ്ട ഫെയ്ത്ത് മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു മുർജിയ എന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ ഗ്രൂപ്പ് മധ്യകാലത്തിലുണ്ടായി. അവരുടെ ഒരു സമീപനമാണ് നാസറുദ്ദീൻ അൽബാനിയുടെ സമീപനം എന്ന് സഫർ ഹവാലി ശക്തമായ ഒരു റെഫ്യൂട്ടേഷൻ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുകൊണ്ട് തന്നെ സലഫി വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളല് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടായി എന്ന് നമുക്ക് കാണാം. അതുപോലെ നാസറുദ്ദീൻ അൽബാനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, അതായത് ഭരണകർത്താവിനെ അങ്ങേയറ്റം ഒരു ഒബീഡിയൻസ്, ഒരു വിധേയത്വം കൽപ്പിക്കുന്ന നിലപാട് നമുക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് ഭരണകർത്താവ് ഒരു വിശ്വാസിയായാൽ മതി, അയാൾ സെക്കുലർ വിധിക്കുകയാണെങ്കിൽ പോലും ആ ഭരണകർത്താവ് വിശ്വാസിയായാൽ അയാളെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ഇതിൽ നിന്ന് അദ്ദേഹം പോകുന്നതല്ല. കാരണം ആളൊരു വിശ്വാസിയാണെങ്കിൽ അത് മതിയാകുമെന്ന രീതിയിലാണ് അദ്ദേഹം കണ്ടത്. അതുപോലെ തന്നെ നാസറുദ്ദീൻ അൽബാനിനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മദ്ഹബുകളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മദ്ഹബ് പലപ്പോഴും അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ അതേ സമയം തന്നെ അതേ മനുഷ്യൻ മദ്ഹബുകളെ കുറിച്ചും അല്ലെങ്കിൽ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നും അത് ആദ്യഘട്ടത്തിൽ അത് ശരിയാവുമെന്നും പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് ശരിയാവുകയില്ല. അതായത് ഏതൊരാൾ തന്നെയും സ്വന്തമായി പഠിച്ചു വരേണ്ടതും കൂടാണ് ഈ ഇസ്ലാമിൻ്റെ ഫിഖ്ഹ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ മദ്ഹബുകളോട് ഒരിക്കലും ഒരു അഫിലിയേഷൻ അദ്ദേഹം വെച്ചിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒരു ഫിഖ്ഹ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗമായിട്ടല്ല കാണേണ്ടത്, ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും മദ്ഹബിനെ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതുപോലെ തന്നെ ഈ ആധുനിക സലഫി മൂവ്മെന്റിന്റെ ഒരു പ്രധാന ഒരു മാറ്റത്തിന് കാരണം നാസറുദ്ദീൻ അൽബാനിയുടെ ചിന്തകൾ തന്നെയാണ്. അദ്ദേഹം
അതുവരെയും പ്രത്യേകിച്ച് 1960-70കളിലെല്ലാം സൗദി അറേബ്യയിലും ഒരുപാട് ഇഖ്വാനി പണ്ഡിതന്മാർ, മുസ്ലിം ബ്രദറിൻ്റെ പണ്ഡിതന്മാരൊക്കെ സലഫി വിഭാഗങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഇവരുടെ ചിന്തകളെ ശക്തമായി വിമർശന വിധേയമാക്കിയത് അൽബാനി ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം ബ്രദർ കൂടുതൽ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ഇൽമിന്, ഇസ്ലാമികമായ വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുമില്ല എന്ന് പറയുന്ന ഒരു ആരോപണം അവർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയും അവിടെ ഉണ്ടായിരുന്ന സലഫി ഇഖ്വാനി ബന്ധങ്ങളിൽ വലിയൊരു വിള്ളൽ വരുത്തുവാൻ കാരണമായിരുന്നു എന്ന് നമുക്ക് കാണാം. അൽബാനിയുടെ മറ്റൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ നോളജ് എന്നത് അത് വിതരണം ചെയ്യപ്പെടേണ്ട ഒരു സ്ട്രക്ചർ വേണം എന്ന രീതിയിലാണ്. അതായത് ടീച്ചർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഗുരുകുല സംവിധാനം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം, ഷേഖ് സ്റ്റുഡൻറ്റ് ബന്ധം അനിവാര്യമാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചില കാര്യങ്ങൾ, മുസ്ലിം സമൂഹം, അറബികൾ പൊതുവെ ഉണ്ടായിരുന്ന ചില സാംസ്കാരിക അടയാളങ്ങളെ അദ്ദേഹം സലഫ് സാലിഹുകളുടെ ലൈഫ് മുന്നിൽ വെച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയും. ഉദാഹരണം, തലക്കെട്ടിരുന്ന് ഇഖാൽ എന്ന് നമ്മൾ അറിയപ്പെടുന്ന അവരുടെ ആ ഹെയർ ഡ്രസ്, അതിനെ അൺഇസ്ലാമിക് ആയിരുന്നു അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നാസുദ്ദീൻ അൽബാനിയുടെ മറ്റൊരു കാഴ്ചപ്പാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നത് അനിവാര്യമാണ്, പക്ഷേ അതിൻ്റെ രീതികൾ വളരെ സൂക്ഷ്മമായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു മുസ്ലിം ചെയ്യേണ്ട ദഅവത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അത് തസ്ഫിയ തർബിയ, അതായത് പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, തർബിയത്ത്, ശിക്ഷണമാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പൊളിറ്റിക്കൽ ആക്ടിവിസം അല്ല, പകരം ഇതാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ നാസുദ്ദീൻ അൽബാനി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് ലോകം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിലാണല്ലോ. ഈ ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫലസ്തീനികൾ ഗസയും വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റു എവിടെയെങ്കിലും പോകണം. കാരണം എന്താണ്? അതാവണമെങ്കിൽ അവിടെ താമസിക്കുന്നതോളം അവർക്ക് അവരുടെ വിശ്വാസം പുലർത്താൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ ഒക്യുപ്പേഷൻ ആയതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അഖീദയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പകരം ലാൻഡ്, ഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മുസ്ലിം പ്രദേശത്തെ ഫലസ്തീനികളെ, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഫലസ്തീനികളെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന വംശഹത്യയുടെ ഒരു ഭാഗമെന്ന നിലയിലുള്ള ഈ ഒരു പലായനത്തെ അദ്ദേഹം ഈ ഒരു അഖീദയുടെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലഘൂകരിക്കുന്ന ഒരു ഫത്വ പോലും അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു എന്നതുപോലും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ഒരു കാലത്ത് സൗദി അറേബ്യയെ ഖുറേഷി വിഭാഗത്തിൽ പെട്ടവരല്ല എന്നതുകൊണ്ട് ശരിയായ റൂളർ ആവുവാനുള്ള ഒരു നിയമസാധുതയെ അദ്ദേഹം ചോദ്യം ചെയ്തത് പോലും നമുക്ക് കാണാം. അങ്ങനെയും ചില ഒരു കൗതുകപരമായ ഫത്വകൾ പോലും ഇദ്ദേഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹദീസിനെ വല്ലാണ്ട് ലിറ്ററലായി വാദിക്കുന്നുമുണ്ട്. കാരണം ഹദീസിൽ തന്നെ അയിമ്മത്തു മിൻ ഖുറൈഷികളിൽ നിന്നാണ് ലീഡേഴ്സ് ആവണമെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്ദർഭികമായ ഒരു പരാമർശത്തെ അത് പിടിച്ചുകൊണ്ട് ഖുറൈഷി തന്നെ ലീഡർ ആവണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ സൗദ് ഡൈനാസ്റ്റിയുടെ പടിഞ്ഞാറൻ ലോകവുമായിട്ടുള്ള ബന്ധത്തെ വളരെ ശക്തമായി വിമർശിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇടക്കാലത്ത് സൗദി അറേബ്യ ഇദ്ദേഹത്തെ ബാൻ ചെയ്തിരുന്നു. കാരണം 1979 ജുഹൈമൻ അൽ ഉതൈബി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം കുറച്ച് ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് ഗ്രാൻഡ് മോസ്ക് പിടിച്ചെടുക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനോട് ഇദ്ദേഹത്തിന് ഈ ജുഹൈമിനോട് കുറച്ച് അനുകൂല നിലപാടുണ്ടായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറച്ചു കാലത്തേക്ക് സൗദി അറേബ്യ പുറന്തള്ളിയിരുന്നു. അങ്ങനൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു വളരെ വിവാദപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു വിഷയം ഈ മൻഹജിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. മൻഹജ് എന്ന് പറയുന്നത് നബിയുടെ മൻഹജ് ആവണം. ആ മൻഹജിൽ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു 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 ഹിസ്ബിയ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സിവിക് അസോസിയേഷനോ ഒന്നും നബി അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ബിദ്അത്തായി മാറും. ആ ഉണ്ടാക്കുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിൽ ഫുറഖ, വിവിധ ഗ്രൂപ്പുകൾ രൂപപ്പെടും. അങ്ങനെ ഉണ്ടാകുന്നതോടെ ഷഖ്ഖു സഫൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിൻ്റെ യൂണിറ്റിയെ വിള്ളൽ വീഴ്ത്തുന്നതായിരിക്കും ഈ തരത്തിലുള്ള ഈ സിവിക് അസോസിയേഷനും. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയും അത് ബിദ്അത്താണ് എന്ന രീതിയിൽ അഭിപ്രായം പറയുകയും ചെയ്തത് പോലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. ഇതല്ലാതെയും ധാരാളം ഫത്വകളിലൂടെ അറബ് ലോകത്ത് വിവാദ നായകനായിരുന്നു
നസ്രുദ്ദീൻ അൽബാനി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിവാദങ്ങൾക്കപ്പുറം അതിൻ്റെ കൂടെ തന്നെ ഹദീസിൻ്റെ സംരക്ഷണം എന്ന തലത്തിൽ ഒരുപക്ഷെ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ റിഫർ ചെയ്യപ്പെടുന്ന പണ്ഡിതൻ എന്ന നിലയിൽ എന്നും നസ്രുദ്ദീൻ അൽബാനിയുടെ സംഭാവനകൾ ഓർമ്മിച്ചു വെച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് യമൻ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരുന്ന ദമ്മാജ് സലഫികൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. 1980കളുടെ പശ്ചാത്തലത്തിൽ യമനിലെ ദമ്മാജ് ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഷെയ്ഖ് മുഖബിൽ ബിൻ വദഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട വിഭാഗമാണ്. നാസുദ്ദീൻ അൽബാനിയുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്ന അൽ ജമാ സലഫി അൽ മുഹ്തസിബ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇദ്ദേഹം ദമ്മാജിൽ തന്നെ കേന്ദ്രീകരിക്കുകയും അവിടെ പള്ളികളുടെയും സ്കൂളുകളുടെയൊക്കെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സംഘടനയെ അദ്ദേഹം വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവിടുത്തെ സാലിഹ് അലി അബ്ദുള്ള സാലിഹ് ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് പോലും നേടിക്കൊണ്ട് വളരെ നിരുപാധികമായ ഒരു പിന്തുണ ഉറപ്പുവരുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അലി അബ്ദുള്ള സാലിഹിനെ അങ്ങോട്ടും വളരെ നിരുപാധികമായ ഒരു പിന്തുണ തിരിച്ചും നൽകുന്നത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം. ഇദ്ദേഹത്തിൻ്റെയും വളരെ നമ്മൾ സാധാരണ ദമ്മാജ് സലഫികൾ എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ അല്ലാത്ത അപ്പൊളിറ്റിക്കലായ രാഷ്ട്രീയവാദികളായ റിച്വലിസ്റ്റിക്കായ അതുപോലെ തന്നെ ലിറ്ററലിസ്റ്റിക്കായ ഒരു വിഭാഗം എന്ന നിലയിലാണ് പൊതുവെ കരുതുന്നത്. എന്നാൽ അതേസമയം തന്നെ അതിൻ്റെ പ്രധാന പണ്ഡിതനായ ഷെയ്ഖ് മുഖബിൽ അദ്ദേഹത്തിൻ്റെ നിരവധി രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കൂടി ഉണ്ട്. അതും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം സൗത്ത് യമൻ ബ്രിട്ടീഷുകാരുടെ ഒരു സഹായത്തോടെ 1967 വിഭജിക്കപ്പെട്ടപ്പോൾ അതിനെ അദ്ദേഹം പറഞ്ഞത് അത് കൊളോണിയലിസത്തെക്കാളും ഏറ്റവും മോശമായ സാഹചര്യമാണ്. അത് കാരണമെന്ന് പറഞ്ഞാൽ അറേബ്യൻ നാടുകൾ യമനിൽ അതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിന് അത് വഴിയൊരുക്കി. അതുകൊണ്ട് തന്നെ വളരെ കൊളോണിയലിസത്തെക്കാളും അപ്പുറം വളരെ ഉപദ്രവമായ സാഹചര്യം ഉണ്ടാക്കുകയും ഒരുപാട് മുസ്ലിങ്ങൾ വധിക്കപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ സത്യപരമായ കാര്യം തന്നെയാണ്. അതായത് യമൻ വിഭജിക്കുകയും ഒരു ഭാഗത്ത് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പേരിൽ സൗത്ത് യമൻ ഭരിക്കപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ധാരാളം മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് തരീമ് ഹദറമൗത്ത് കേന്ദ്രീകരിച്ച ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പണ്ഡിതന്മാർ തന്നെ കൂട്ടക്കൊല ചെയ്യുകയും ഒരു പശ്ചാത്തലം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖബിൽ ഹാദി അൽ വദി ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. അദ്ദേഹം ഇതിൻ്റെ കൂടെ തന്നെ 1980കളിലും മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ സൗദി അറേബ്യയിൽ തന്നെ ശക്തമായ സ്വാധീനം നേടിയെടുക്കുന്നത് കാണുവാൻ കഴിയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിൽ ഉസൈമീൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെയും കീഴിലോ നല്ല സ്വാധീനം അവർ നേടുന്ന ഒരു പണ്ഡിതനായി അദ്ദേഹം വളരുന്നുണ്ട്. അതേസമയം സൗദി അറേബ്യയുമായിട്ടുള്ള ഈ ഷെയ്ഖ് മുഖബിൽ വദീൻ്റെ നിലപാടുകൾ വളരെ വ്യത്യസ്തപരമായ നിലപാടുകളാണ്. 1979 ആ ഗ്രാൻഡ് മോസ്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഇദ്ദേഹം ജയിലടയ്ക്കപ്പെട്ടു. കാരണം ഇദ്ദേഹത്തിനും ജുഹൈബിൻ ലുത്തൈബിയുമായിട്ടുള്ള ചില ബന്ധമുണ്ടായിരുന്നുള്ള ആരോപണത്തിൻ്റെ പേരിലായിരുന്നു അത് സംഭവിച്ചത്. അതിനുശേഷം ആ ഒരു രാഷ്ട്രീയ സാഹചര്യം സലഫികളോടും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ നേതൃത്വത്തോടും ശക്തമായ ഒരു വിരോധം പുലർത്തുവാൻ ഒരുപക്ഷെ ഷെയ്ഖ് അൽ വദഈയെ പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് കാണാം. ഒരു ഘട്ടത്തിൽ ഇവരെ ഈ തക്ഫീർ പോലും നടത്തുന്ന ഒരാളായി നമുക്ക് ഇദ്ദേഹത്തെ കാണാം. അതിൻ്റെ കൂടെ തന്നെ മറ്റു ചില ഘട്ടത്തിൽ ഈ സൗദി അറേബ്യ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നതും കാണാം. പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവിടെയുള്ള യമനിലും മറ്റു ഭാഗത്തുള്ള ഇഖ്വാനികൾക്ക് വിരുദ്ധമായ നിലപാടും അതുപോലെ തന്നെ പൊതുവെ സലഫികളോടുള്ള സലഫി കാഴ്ചപ്പാടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ചായ്വുമെല്ലാം അത് സൗദി അറേബ്യയെ ഉപയോഗപ്പെടുത്തുന്നതും കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പാഠങ്ങൾക്കും ഇദ്ദേഹത്തിന് വേണ്ടി ദമ്മാജ്, മാബിർ, മാരിബ്, അൽ ഹുദൈദ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ഇദ്ദേഹത്തെ സൗദി അറേബ്യ സഹായിക്കുകയും ഫണ്ടിങ് ചെയ്യുന്നത് പോലും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ പൊതുവായി സലഫികൾ സ്വീകരിക്കുന്ന ഇറാനിനോടുള്ള സമീപനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കാണാം. ഈ ഇറാനിയൻ റവല്യൂഷനെ ശക്തമായി വിമർശിക്കുകയും ഇമാം ഖുമൈനിക്കെതിരെ കിതാബ് എഴുതുകയും ആ ഇമാം ഖുമൈനിയെ മുസ്ലിം ലോകത്തിൽ വിള്ളൽ വരുത്താൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യമനിലെ സിവിൽ വാർ 1994 സിവിൽ വാറിൽ മുസ്ലിങ്ങളോട് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിഭാഗങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ കൽപ്പിക്കുന്ന ഒരാളെന്ന നിലയിലും നമുക്ക് ഇദ്ദേഹത്തെ കാണാം. അതിൻ്റെ കൂടെ തന്നെ മുഹമ്മദ് സുറൂർ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും.
മുഹമ്മദ് സുറൂർ എന്ന് പറയുന്നത് വളരെ പ്രമുഖനായ സൗദി അറേബ്യയിലെ ചുറ്റുപാടും ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം തക്ഫീർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിക്കുന്നത് കാണാം. ഈ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇബ്നു ബാസ്, നാസുദ്ദീൻ അൽബാനി, റബീബിൻ ഹാദിൽ മഖ്ദലി, സെയ്ദ് മുഹമ്മദ് ബിൻ ഹാദി അൽ മഖ്ദലി അടക്കമുള്ള പണ്ഡിതന്മാർക്കിടയിൽ ഇദ്ദേഹം കൂടുതൽ അംഗീകൃതനായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഉസാമ ബിൻ ലാദനെതിരെ ഇദ്ദേഹം റഅസുൽ ഫിത്ന, ഈ സിവിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരാളെന്ന നിലയിൽ ചിത്രീകരിച്ചുകൊണ്ട് രചന നടത്തുന്നതും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ വിവിധ കാഴ്ചപ്പാടുകളുള്ള ഒരു വിഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാധാരണ രാഷ്ട്രീയവാദികളൊന്നും അതുപോലെ തന്നെ ഒട്ടും ഒരു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടാത്ത റിച്വലിസ്റ്റുകളായ ഒരു വിഭാഗം നടത്തുന്നെന്ന് പറയുന്ന അതേ വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലവിധ നിലപാടുകളാണ് സൗദി അറേബ്യയുടെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ഘട്ടത്തിൽ കിങ് ഫഹദിനെ അദ്ദേഹം സ്റ്റുപ്പിഡ് എന്ന് ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാം. അയാൾ ഒരിക്കലും ഒരു മതത്തെ ഇഷ്ടപ്പെടുന്ന ആളല്ല. അതുപോലെ തന്നെ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും പണ്ഡിതന്മാരെയും എതിർക്കുന്ന സഹായിക്കുന്ന ഒരാളെന്ന നിലയിലാണ് കിങ് ഫഹദിനെ ഇദ്ദേഹം ഒരിക്കൽ ആരോപിച്ചത്. അതുപോലെ തന്നെ സൗദി അറേബ്യ അധികാരത്തിൽ നിന്ന് മാറുകയും നിങ്ങൾ ഒരിക്കലും ഖുറൈഷിൽ നിന്നല്ല, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ശിഷ്യൻ എന്ന നിലയിൽ ഇദ്ദേഹം ആ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങൾ ഒരിക്കലും ഖുറൈഷിൽ നിന്നല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അധികാരത്തിന് യാതൊരു അർഹതയുമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെയും മറ്റൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സൗദി അറേബ്യയുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറയുന്നുണ്ട്, ഭരണകർത്താക്കളോട് ശക്തമായി വിമർശിക്കുന്ന ഷെയ്ഖ് മുഖബിൽ എന്നാൽ അതേസമയം തന്നെ സൗദി അറേബ്യയോട് കൂടുതൽ റീകൺസിലൈ ചെയ്യുകയും അവരുടെ രീതികൾ അതേപടി പിൻപറ്റുകയും എന്നിട്ട് അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് പിന്നീട് ഇദ്ദേഹത്തെ കാണുവാൻ പറ്റും. അങ്ങനെ വിവിധ കാഴ്ചപ്പാടുകൾ പുലർത്തിയ ഒരാളായിരുന്നു ദമ്മാജ് സലഫികളുടെ നേതാവായിരുന്ന ഷെയ്ഖ് മുഖബിൽ ബിൻ ഹാദി അൽ വദാൻ. അദ്ദേഹം അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിവാദപരമായ ഒരു വിഷയമാണ് അഫ്ഗാനിസ്ഥാനിലെ ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. കാരണം അഫ്ഗാനിൽ അന്ന് സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാൻ മുജാഹിദുകൾ ജിഹാദ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ നാടുകളിലേക്കാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയി ജിഹാദ് ചെയ്യേണ്ടതില്ല. സൗത്ത് യമനിലും മറ്റും ഒരുപാട് പ്രശ്നങ്ങളുള്ള ഭാഗത്ത് അവിടുത്തെ നാട്ടുകാർ അവർക്ക് വേണ്ടിയിട്ടാണ് ജിഹാദ് ചെയ്യേണ്ടത്, അതല്ലാതെ മറ്റൊരു നാട്ടിലേക്ക് പോയി ജിഹാദ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഒരു ആവശ്യമില്ല. സ്വന്തം നാട്ടിലെ അരക്ഷിതാവസ്ഥയെ ഇല്ലാതാക്കുകയും സുഭദ്രത ഉറപ്പുവരുത്തുകയുമാണ് ഓരോ മുസ്ലിമിൻ്റെയും കർത്തവ്യം എന്ന രീതിയിലാണ് അദ്ദേഹം അന്ന് അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു സൗദി അറേബ്യയിൽ തന്നെ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റാണ് സഹ്വ മൂവ്മെൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ മൂവ്മെൻറ്റിനും വ്യത്യസ്തമായ രൂപങ്ങളാണ്, വകഭേദങ്ങളാണ്. സഹ്വ മൂവ്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷെയ്ഖ് സൽമാനുൽ ഔദ, ഷെയ്ഖ് സഫർ ഹവാലി എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അവരുടെ ഉസ്താദായിരുന്ന മുഹമ്മദ് കുത്തുബിൻ്റെ, ഷഹീദ് സയ്യിദ് കുത്തുബിൻ്റെ സഹോദരനായിരുന്ന മുഹമ്മദ് കുത്തുബിൻ്റെ സ്വാധീനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ പാഠങ്ങളോടും കൂടി വളർന്നു വന്നവരാണ് ഈ പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് മുസ്ലിം ബ്രദർഹുഡും അതുപോലെ തന്നെ ഒരു മൻഹജ് എന്ന നിലയിൽ ഒരു മെത്തഡോളജിയായി സലഫി ആശയങ്ങളും ചേർന്ന വിഭാഗമാണ് സഹ്വ മൂവ്മെൻറ്റ്. ഇവരുടെ ഒരു പ്രത്യേകത ഭരണകൂട വിമർശനം നടത്തുന്നതിൽ യാതൊരു മടിയും കാണിച്ചിരുന്നതല്ല. സൗദിയിലെ ഒഫീഷ്യൽ ഉലമയ്ക്കൾ ഒരു പാരലൽ പണ്ഡിത സഭ രൂപീകരിച്ചവരായിരുന്നു ഇവർ. ജനമധ്യത്തിൽ നല്ല സ്വാധീനമുണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ ശക്തമായ ഒരു പൊളിറ്റിക്കലി ഇടപെടാൻ കഴിയുകയും അതിൻ്റെ കൂടെ തന്നെ യുവാക്കൾക്കിടയിൽ ഇസ്ലാമികമായ അവബോധം സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്ത ഒരു വിഭാഗം എന്ന നിലയിൽ സഹ്വ മൂവ്മെൻറ്റ് വളരെ ശ്രദ്ധേയമായ വിഭാഗമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഹറക്കി, അതായത് ഒരു ആക്ടിവിസ്റ്റുകൾ എന്ന നിലയിൽ സൗദി അറേബ്യയിൽ ഉയർന്നു വന്നത് ഈ സഹ്വ ഇസ്ലാമിയ എന്നറിയപ്പെടുന്ന ഈ വിഭാഗമാണ്. അവിടെ ഗൾഫ് വാർ ഉണ്ടാവുന്നതും 1990കളിലെ ഗൾഫ് വാർ, അതിനുശേഷം നടന്ന പലവിധ മുസ്ലിം നാടുകളിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അധിനിവേശങ്ങൾ, അതിനൊക്കെ ശക്തമായി സംസാരിച്ചു കൊണ്ടാണ് ഇവരുടെ രംഗപ്രവേശനം ഉണ്ടാവുന്നത്.
അതായത് 1960-70 കാലത്തിൽ പോലും ഇവരുടെ പണ്ഡിതന്മാരുടെ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ പ്രകടമാവുന്നത് 90കളോട് കൂടിയിട്ടാണ്. അൽ അമ്രു ബിൽ മാറൂഫ് വനഹി അനിൽ മുൻകർ എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അത് ആർക്കും ഒരു ഭരണകൂടത്തിനെതിരെ ഭരണകൂട മോശമായ അക്രമപരമായ നിലപാടുകൾക്കെതിരെ സംസാരിക്കാനുള്ള ഖുർആൻ നൽകുന്ന ലെജിറ്റിമേറ്റായ ഒരു കർത്തവ്യമാണ് അൽ അമ്രു ബിൽ മാറൂഫ് വനഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണകൂടം ഒപ്രസർ ആണെങ്കിൽ ആ ഒപ്രസറിനെ കുറിച്ച് അയാളുടെ മർദ്ദനത്തെക്കുറിച്ച് ഭരണകൂടത്തിന്റെ മർദ്ദക നിലപാടുകളെ ശക്തമായി വിമർശിക്കാൻ ഓരോ മുസ്ലിമിന് അവകാശമുണ്ടെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തെ ഒഫീഷ്യൽ ഉലമയേക്കാളും അതിനേക്കാളും ഒരു വലിയ ഒരു വിഭാഗം എന്ന നിലയിൽ ഇവർക്ക് മാറുവാൻ കഴിഞ്ഞു. ഇവർ ഒരുപക്ഷെ ചില ആൾക്കാർ ഇവരെ വസത്തിയൂൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ തൻവീരിയൂൻ എൻലൈറ്റേഴ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം, അഖലിയൂൻ, ചില ആൾക്കാർ ഇവരെ റാഷണലിസ്റ്റ് എന്ന് വിളിക്കുന്നതും കാണാം. അൽ ഇസ്ലാഹിയൂൻ എന്ന പേരിൽ റിഫോമിസ്റ്റ് എന്ന് വിളിക്കുന്ന പേരൊക്കെ നമുക്ക് കാണാം. 1960കളിലും 80കളിലൂടെയും ശക്തമാവുകയും പിന്നീട് ഈ 90 2000ങ്ങളിൽ അവർ കൂടുതൽ ജനമധ്യത്തിൽ സജീവമായും ചെയ്യുന്നുണ്ട്. അത് പണ്ഡിതന്മാർ, ഡോക്ടേഴ്സ്, അക്കാദമിക ലോകങ്ങളിൽ സജീവമായവർ, സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ, മുസ്ലിം സമൂഹത്തിലെ, അതായത് സൗദിയിലെ വിവിധ സമൂഹത്തിൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരുപാട് വിഭാഗങ്ങൾക്കിടയിൽ സഹ്വ ഇസ്ലാമിയുടെ സ്വാധീനം പ്രകടമായതും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒഫീഷ്യൽ ഉലമയെ സൗദിയിലെ ഭരണകൂടത്തിന് എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു പൊതുജന മധ്യത്തിൽ ചർച്ചകൾ കൊണ്ടുവരുന്ന സമീപനം ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, അല്ല ഓൺലൈൻ സിഗ്നേച്ചർ ക്യാമ്പയിൻ, കത്തുകൾ അയച്ചുകൊണ്ട്, കത്തുകൾ പൊതുജന മധ്യത്തിൽ രാജാവിന് കത്തയക്കുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ, അത് ട്വിറ്ററുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിൽ ലൈവ് വന്നുകൊണ്ടും അങ്ങനെ ജിമെയിൽ മെയിലുകളിലൂടെ കത്തുകൾ വിതരണം ചെയ്തുകൊണ്ടും അങ്ങനെ പൊതുജന മധ്യത്തിൽ ഭരണകൂട വിമർശനം നടത്തുന്ന, ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ സ്വരം രൂപീകരിക്കാൻ കഴിഞ്ഞ ഒരു വിഭാഗം കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പരിഷ്കരണവാദികളാണ് ഇവരെന്നും നമുക്ക് ഇവരെക്കുറിച്ച് കാണാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സാമൂഹികപരമായ ഇടപാടുകൾ, ഷൂറ പോലുള്ള വിഷയങ്ങളിൽ പൊതുജന പ്രാതിനിധ്യം, രാഷ്ട്രീയ ഒരു അസിമിലേഷനിൽ ഒരു ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിൽ, ഒരു നാഷൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ, രാഷ്ട്രീയപരമായ വികാസത്തിൻ്റെ കാര്യത്തിലെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്, ഒരു ഫാമിലിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നൊക്കെയും ഇവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊക്കെയും വിവിധ ക്യാമ്പയിനുകളായി, കത്തുകളായും അതുപോലെ തന്നെ സിഗ്നേച്ചർ കളക്ഷൻ ക്യാമ്പയിനായും ഇവർ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണകൂടം, അത് പണ്ഡിതന്മാർ ഇവർക്കെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പല ഘട്ടത്തിൽ സഫർ ഹവാലിയും സൽമാൻ ലൗദയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ ഫിത്നായും ഫസാദും വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ പണി എന്ന രീതിയിലാണ് ഇവരോടുള്ള സമീപനം ഭരണകൂടവും ഒഫീഷ്യൽ പണ്ഡിതന്മാരും സ്വീകരിച്ചത്. വേറെ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതായത് എപ്പോഴും ഭരണകൂട വിമർശനം മാത്രമല്ല ഇവർ ചെയ്തിട്ടുള്ളത്, ഭരണകൂടത്തിന് വേണ്ടി സംസാരിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. 9/11 2001 ആ സമയത്തെ 9/11 സംഭവത്തോടുകൂടി സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായി. ഇസ്ലാമോഫിയയുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന നിലയിൽ സൗദി അറേബ്യ മാറി. ആ ഒരു പശ്ചാത്തലത്തിൽ 2002 ഏപ്രിലിൽ എങ്ങനെയാണ് നമുക്ക് സഹവർത്തിത്വത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന പേരിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുകയും അത് പ്രത്യേകിച്ച് സാമുവൽ പി ഹണ്ടിങ്ടൺ, ഫ്രാൻസിസ് ഫുക്കാം എന്നറിയപ്പെടുന്ന അമേരിക്കൻ എക്സ്പെർട്ടുകളുടെ, അതായത് നാഗരികതകളുടെ സംഘടന ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എഴുതിയ സാമുവൽ പി ഹണ്ടിങ്ടനെയും ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ അമേരിക്കയുടെ മുതലാളിത്തത്തിൻ്റെ അപ്രമാദത്തെ സംസാരിക്കുന്ന ഫ്രാൻസിസ് ഫുക്കാമയുടെ പേരിലൊക്കെയും അവരുടെ വാറിനോടുള്ള, ഈ അധിനിവേശത്തോടുള്ള അവരുടെ ഈ വളരെ അധാർമികമായ ന്യായങ്ങളെ വെളിച്ചത്താക്കിക്കൊണ്ട് ഒരു പൊതുജനമധ്യത്തിൽ മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്യുന്നത് പോലും ഇവരുടെ ആ ഒരു പ്രവർത്തനമായിരുന്നു. അതായത് ഒരു തരത്തിൽ സൗദി അറേബ്യ വിമർശിക്കുകയും എന്നാൽ സൗദി അറേബ്യയെ
സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൗദി ഒരു നാഷണലിസ്റ്റിക് ആവുന്ന തരത്തിൽ തന്നെ സൗദിയുടെയും ഇസ്ലാമിൻ്റെയും ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന തരത്തിൽ ഒരു ഒരു പബ്ലിക് ആക്ടിവിസം പോലും നടത്തുന്നത് നമുക്ക് ഇവരുടെ ജീവിതത്തിൽ കാണാം. അതുപോലെ തന്നെ ഇവരുടെ സഹ്വ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാഴ്ചപ്പാടായിരുന്നു ഏതെങ്കിലും ഒരു നാടിനെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവേഷനും ഒരു ആധിപത്യവും അംഗീകരിക്കാൻ പാടില്ല, അതിനെതിരെ പ്രതിരോധിക്കേണ്ടത് ഓരോ മുസ്ലിമിനും ഫർളാണ് എന്ന രീതിയിൽ അവർ ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാനും ഡിഫെൻഡ് ചെയ്യാനും അനുവാദമുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. 2004 അമേരിക്ക ഇറാഖിനെ അധിനിവേശം നടത്തുമ്പോൾ ഈ സൽമാൻ ലുദയും സഫർ ഹവാലി അടക്കമുള്ള 26 സൗദി പണ്ഡിതന്മാർ ഓപ്പൺ സെർമൺ ടു ദ മിലിറ്റന്റ് ഇറാഖി പീപ്പിൾ എന്ന പേരിൽ ഇറാഖിലെ പ്രതിരോധം നടത്തുന്ന ഇറാഖി സിറ്റിസന്റെ പേരിലേക്ക് കത്തയക്കുന്നത് കാണാം. അവരെ ഇറാഖിൻ്റെ മണ്ണിനെ അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ പോരാടുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫത്വ അവർ നൽകുന്നുണ്ട്. ഈ ഒരു ഫത്വ ഒരുപാട് സ്വീകരിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടാണ്. അത് മാത്രമല്ല, ഇറാഖിൻ്റെ ഈ പ്രതിരോധത്തിൽ ഷിയാക്കളും സുന്നികളും ഒന്നിച്ചാണ് നിൽക്കേണ്ടത് എന്ന രീതിയിൽ പോലും ആ ഫത്വയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെയും ഒരുപക്ഷെ സൗദി പണ്ഡിതന്മാരോടോ സാധാരണ സലഫി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഷിയാക്കളോടൊരു സോഫ്റ്റ് കോർണർ തന്നെ ഉള്ള വിഭാഗമാണ് ഈ സഹ്വ ഇസ്ലാമിയ എന്ന് പറയുന്ന വിഭാഗം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അറബ് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ വളരെ അനുകൂലമായ നിലപാടാണ് അറബ് സ്പ്രിങ്ങിനോട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ 2013 അന്നത്തെ രാജാവായിരുന്ന കിങ് അബ്ദുള്ളയ്ക്ക് ഈ ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന തരത്തിലുള്ള കത്തുകൾ അയക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അബ്ദുൽ അസീസ് ഷെയ്ഖ് ഈ പറയുന്ന തുനീഷ്യയിലെയും ഈജിപ്തിൽ നടന്ന ഈ ഒരു പ്രക്ഷോഭങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പണിയാണ്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള അവരുടെ കെണിയാണ്, അത് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ധാർമ്മിക പാഠങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരു ഇടപാടാണ് എന്ന രീതിയിലാണ് അവർ ഫത്വ നടത്തിയത്. ഈ തരത്തിൽ പിന്നീട് ഇവരുടെ ഈ കാഴ്ചപ്പാടുകളെല്ലാം ഇവരെ അടിച്ചമർത്തുവാൻ ഈ പണ്ഡിതന്മാരുടെ സഹായത്തോടു കൂടി ഭരണകൂടത്തിന് കഴിഞ്ഞു. അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് സൽമാൻ ലൗദ ജയിലിലാണ്. ഇപ്പോൾ അദ്ദേഹം വീട്ടുതടങ്കലിലുമാണ്. അതിന് മെയിൻ കാരണം ഖത്തറിനെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ GCC നാടുകൾ എല്ലാവരും ചേർന്നിട്ട് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം അന്നത്തെ ട്വിറ്ററിൽ ഒരു കമൻ്റ് അടിച്ചു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അതായത് സൂറ ഹുജറാത്തിലെ വിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ്, വിശ്വാസികൾ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആയത്ത് ട്വീറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ സ്വാഭാവികമായും അതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു മാനമുണ്ടല്ലോ, അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ചരിത്രം പോലും ഉണ്ടായി. ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇഖ്വാനുൽ മുസ്ലിമൂനെ സൗദി അറേബ്യ ബാൻ ചെയ്തതോടുകൂടി ഇവരുടെ സകലവിധ നേതാക്കന്മാരെല്ലാം പലരും അറസ്റ്റിലാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് മുഹമ്മദ് സുറൂർ ബിൻ നായിഫ് സൈദുൽ അബദീൻ എന്നറിയപ്പെടുന്ന പണ്ഡിതൻ. സുറൂറിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ സഹ്വ മൂവ്മെൻറ്റിനെയൊക്കെ വളരെ ശക്തമായി സ്വാധീനിച്ച ഒരാളും കൂടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം ഇതുപോലെ തന്നെ ഭരണകൂട വിരുദ്ധതയൊക്കെ ഭരണകൂട വിമർശനം നടത്താം, എന്നാൽ അതൊരു പട്ടാള അട്ടിമറിയിലേക്കോ മറ്റോ പോകാൻ പാടില്ല, അത് ഫിത്നയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഈ മുഹമ്മദ് സുറൂർ ഷിയാക്കൾക്കെതിരെ സഹ്വ മൂവ്മെൻറ്റിനെ സ്വാധീനിച്ചെങ്കിൽ പോലും സഹ്വ മൂവ്മെൻറ്റ് ഒരു ഷിയകളോട് സോഫ്റ്റ് കോർണറുള്ള വിഭാഗമായിരുന്നു. എന്നാൽ മുഹമ്മദ് സുറൂർ അദ്ദേഹം ഷിയാക്കൾക്കെതിരെ ശക്തമായ റെട്ടറിക്സ് ഒരു കാഴ്ചപ്പാട് സൂക്ഷിച്ച ആളാണ്. വജാ ദൗറുൽ മജൂസ് എന്ന പേരിൽ ഒരു കിതാബ് പോലും അദ്ദേഹം എഴുതി. അതായത് മജൂസികളുടെ സാഹചര്യം വന്നു. അതായത് ഇത് എഴുതിയത് ഇറാനിയൻ റവല്യൂഷൻ്റെ പശ്ചാത്തലത്തിലാണ്. അത് ഈ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്തിൽ ഈ ഷിയാക്കളുടെ ഒരു ആധിപത്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കിതാബിൽ എഴുതുന്നത് നമുക്ക് കാണാം. സൽമാൻ ലൗദ, സഫർ ഹവാലിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹം സ്വാധീനിച്ചെങ്കിൽ പോലും ഷീ വിരുദ്ധതയും ഇദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു പല നിലപാടുകളും സലഫി എക്സ്ട്രീം നിലപാടുകളൊക്കെയും ഒരു വലിയ വിവാദമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ആദ്യകാല ഇഖ്വാനുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് പല സലഫി സംഘടനകളും പണ്ഡിതന്മാരും ഇദ്ദേഹത്തിനെതിരെ
ശക്തമായ ഫത്വകളുമായി വന്നിട്ടുണ്ട് എന്നതും കൂടി സത്യമാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ വിവാദപരമായ നാസിറുദ്ദീൻ അൽവാനിക്ക് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട വിഭാഗമാണ് മദ്ഹലി വിഭാഗം. ഷേഖ് മദ്ഹലിയുടെ നേതൃത്വത്തിൽ ഷേഖ് റബീൽ മദ്ഹലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ഇവർ. അതായത് മദ്ഹലികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലിറ്ററലിസം പറയുന്ന, ഭരണകൂടത്തോട് ഒരു തരത്തിലും വിമുഖത പാലിക്കാൻ പാടില്ല എന്ന് അവകാശപ്പെടുന്ന, ഭരണകൂടത്തെ അങ്ങേയറ്റം ലോയൽറ്റി പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന വിഭാഗമാണ്. ആ ബിദ്അത്തിനോട് ഒരു തരത്തിലുമുള്ള ദാക്ഷിണ്യവും കാണിക്കാത്ത വിഭാഗം. ആരെങ്കിലും ഒരു ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അയാളും കൂടി ഒരു ബിദ്അത്തിൻ്റെയോ അല്ലെങ്കിൽ വാലായി മാറുന്ന, വഴിപിഴച്ചവനായി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇവർ അഭിപ്രായം പറയുന്നത് കാണുവാൻ കഴിയും. അത്രയും വളരെ ശക്തമായ നിലപാടാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സലഫികൾക്കിടയിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം, ഈ ഷേഖ് മദ്ഹലിയുടെ ഈ ഒരു പ്രവർത്തന ഫലമായി ധാരാളം പേർ ഇദ്ദേഹത്തിൽ ആകൃഷ്ടനായി. അതായത് ബിദ്അത്ത് വിരുദ്ധ നിലപാട്, ഖുറാഫാത്ത് വിരുദ്ധ നിലപാട്, ഭരണകൂടത്തോടുള്ള വല്ലാണ്ടൊരു ലോയാലിറ്റി, ഒരുപാട് ചെറുപ്പക്കാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും, എന്നാൽ പിന്നീട് ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായ ഈ ഒരു വാദത്തിൻ്റെ വക്താക്കളായി മാറുകയും പിന്നീട് അതിൽ നിന്ന് മനമെടുത്ത് പിരിഞ്ഞു പോവുകയും പിന്നീട് ഇസ്ലാമിൽ നിന്ന് തന്നെ മാറുന്ന ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനെ സലഫി ബേൺ ഔട്ട് എന്ന രീതിയിലാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത്. ഡോക്ടർ യാസിർ ഖാവി അദ്ദേഹത്തിൻ്റെ ഓൺ സലഫി ഇസ്ലാം എന്നതിൽ മാലിക്കി ഈ മദ്ഹലി ട്രെൻഡിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗദി അറേബ്യയുടെ നിലപാടുകളോട് വളരെ ശക്തമായ കാഴ്ചപ്പാട്, വളരെ അനുകൂല നിലപാട്, ലോയൽറ്റി കാണിക്കുന്ന വിഭാഗമാണ് മദ്ഹലി വിഭാഗം. അതല്ലാതെ മറ്റൊരു വിഭാഗമാണ് ഈജിപ്ഷ്യൻ സലഫിസം. അതായത് സലഫിയ തൻവീരിയയ്ക്ക് ശേഷം പിന്നീട് ഏകദേശം 70കൾക്കൊക്കെ ശേഷം ഈജിപ്തിൽ ശക്തമായ വിഭാഗമാണ് ദഅവ സലഫിയ എന്ന പേരിൽ അറിയപ്പെട്ട മൂവ്മെൻറ്റ്. അതിൽ ഷേഖ് മുഖദ്ദിമിനെ പോലെ അതുപോലെ തന്നെ വേറെയും ധാരാളം പണ്ഡിതന്മാർ ഉയർന്നു വരികയും പിന്നീട് പ്രോ ഗവൺമെൻറ്റായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും അറബ് സ്പ്രിങ്ങിനോടും പ്രക്ഷോഭങ്ങളോടും വിമുഖത കാണിക്കുകയും, എന്നാൽ അതിനുശേഷം ഒരു അനുകൂല നിലപാട് രൂപപ്പെട്ടപ്പോൾ അന്നൂർ പാർട്ടി എന്ന് പറയുന്ന, ഹിസ്ബുന്നൂർ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നു. ഇപ്പോൾ ഇഖ്വാൻ മുസ്ലിമിനെതിരെ നിലപാടെടുക്കുകയും എന്നാൽ സിസി ഭരണകൂടത്തോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈജിപ്ഷ്യൻ സലഫി വിഭാഗങ്ങൾക്കുള്ളത്. മറ്റൊന്നാണ് തക്ഫീരി സലഫികൾ. ഇവരെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു തരത്തിലും ഭരണകൂട വിരുദ്ധത ശക്തമായ നിലപാടുള്ള, വെസ്റ്റേൺ ഫോറിൻ പോളിസിയോട് അനുകൂലമായ ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അവരെ തക്ഫീർ പറയുന്ന, അൽവല വൽബറ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ശക്തമായി ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ ഈ ഭരണകൂടത്തെ തന്നെ തക്ഫീർ ചെയ്യുകയും ഈ കാഴ്ചപ്പാട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവരെ മുനാഫിക്കായിട്ടും കാഫിറായൊക്കെയും ചിത്രീകരിക്കുന്ന കാണാം. ഈ വിഭാഗത്തിനെതിരെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ പോലും അവരെ മുനാഫിക്കും കാഫിറുമായി ഒരു നിലപാടെടുക്കുന്ന വിഭാഗമായി ഇവർ മാറിയിട്ടുണ്ട്. ഷേഖ് അബു മുഹമ്മദ് മഖ്ദീസിയും അബു മുസബ് സൂരി എന്നറിയപ്പെടുന്ന ആൾക്കാരുടെ ചരിത്രം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു വിഭാഗം എന്ന നിലയിലും പല ഭാഗങ്ങളിൽ ഇവർ ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ പ്രധാനപ്പെട്ട ഒരു പേരറിയപ്പെട്ട ഒരു സലഫി പണ്ഡിതനാണ് അൻവർ അൽ ഔലക്കി. അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളിൽ ഈ ഒരു കാഴ്ചപ്പാടുകൾ സജീവമായിരുന്നു എന്ന് പറയുന്ന ചില പഠനങ്ങളും നമുക്ക് കാണാം. അവസാനമായി അറിയപ്പെടേണ്ട ഒന്നാണ് റാഡിക്കൽ ജിഹാദിസ്റ്റ് സലഫികൾ. ഈ പദങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ജിഹാദിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോപ്പുലർ കോയിനേജ് എന്ന നിലയിൽ അത് കടമെടുത്തത് മാത്രമാണ്. ഈ അൽ ഖൈദ, ISS എന്ന് പറയുന്ന വളരെ നിഗൂഢമായ, വളരെ അപകടം പിടിച്ച, ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരെന്ന് പോലും സംശയമുള്ള വിഭാഗങ്ങളാണ്. എന്നാൽ ലോകത്തിൽ ഇവർ സലഫികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൊണ്ട് അവരുടെയും ഒരു സലഫി ഡിസ്കോഴ്സുകളിൽ അവരും പരാമർശിക്കപ്പെടുന്നത് വളരെ ദാരുണമായ ഒരു അവസ്ഥ കൂടിയിട്ടാണ്. അവരും അവരുടെ പേരിൽ അറിയപ്പെടുന്ന കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. അതായത് സെക്കുലർ ഭരണാധികാരികളുണ്ടെങ്കിൽ അവരെ മുസ്ലിം നാടുകളിൽ നിന്ന് അവരെ നീക്കുക, അതുപോലെ തന്നെ മുസ്ലിം നാടുകൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ സായുധ സമരം നടത്തുക. ഒരുപക്ഷെ ഇതിനൊക്കെയും
ഈമാനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കാനൊക്കെ പറ്റുമെങ്കിൽ പോലും, എന്നാൽ ഇവരുടെ സമീപനം, ഇവരുടെ രൂപീകരണം, ഇവരുടെ കാഴ്ചപ്പാടുകളെല്ലാം ഇപ്പോഴും സംശയാസ്പദമാണ് എന്നതുകൊണ്ട് ഈ ഒരു വിഷയം ജിഹാദിസ്റ്റ് സലഫി എന്ന് പറയുന്ന പദപ്രയോഗത്തെ കൂടുതൽ കരുതി സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയിട്ടാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സൗദി അറേബ്യയുടെയും അറബ് ഭാഗത്തെയും വളരെ പ്രവിശാലമായി കിടക്കുന്ന ഭാഗങ്ങളിൽ വളരെ വളരെ കൊയ്റ്റിസ്റ്റായ അൽബാനികളെ പോലെ, അതുപോലെ തന്നെ വളരെ റാഡിക്കലായി ചിന്തിക്കുന്ന മദ്ഹലികളെ പോലെ, എന്നാൽ തന്നെ ഇതിനെതിരെ ശക്തമായി കുറച്ച് വളരെ മോഡറേറ്റ് എന്ന നിലയിൽ സ്വീകരിക്കുന്ന, എന്നാൽ അങ്ങേയറ്റം ഭരണകൂട വിധേയരായ സൗദി ഒഫീഷ്യൽ പണ്ഡിതന്മാരെ പോലെ വളരെ വിവിധങ്ങളായ ഗ്രൂപ്പുകളാണ് ഈ സൗദി അറേബ്യയിലും അറേബ്യൻ നാടുകളിലും പരന്നു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഈ വിഭാഗങ്ങൾ അറേബ്യൻ, വെസ്റ്റ് ഏഷ്യൻ, പശ്ചിമേഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലുണ്ട്. അതിനെയൊക്കെ വ്യത്യസ്തങ്ങളായി തന്നെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.